നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി 3 നാൾ. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. എക്സിറ്റ് പോളുകളിൽ പ്രതീക്ഷയർപ്പിച്ച് ഭരണം പിടിച്ചെടുക്കാമെന്ന് ഉറച്ച UDF. ഭരണ തുടർച്ചയുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിൽ LDF. മികച്ച വിജയപ്രതീക്ഷയിൽ NDA. അങ്കമാലി കിടങ്ങൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇടഞ്ഞോടിയ ആന ഒരാളെ ചവിട്ടിക്കൊന്നു. മരിച്ചത് ലോറി ഡ്രൈവർ വിഷ്ണു. ആനയെ മയക്കുവെടിവെച്ച് തളച്ചു. കൊല്ലത്ത് പാമ്പുകടിയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ വയോധികൻ മരിച്ചു. മരിച്ചത് മൺട്രോത്തുരുത്ത് സ്വദേശി രാജേന്ദ്രൻ. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വില കൂട്ടി. 19 കിലോ സിലിണ്ടറിന് വർദ്ധിപ്പിച്ചത് 993 രൂപ. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം ആരംഭിച്ചതിന് ശേഷം വില വർധന 3ാം തവണ. PV അൻവറുമായുള്ള ഫോൺ വിലയിൽ SP സുജിത് ദാസിന് ആഭ്യന്തര വകുപ്പ് അന്വേഷണ സമിതിയുടെ ക്ലീൻ ചിറ്റ്. തെളിവില്ലാത്തതിനാൽ കുറ്റവിമുക്തൻ. ക്ലീൻ ചിറ്റ് നൽകിയത് തന്നെ കേൾക്കാതെയെന്നും കോടതിയെ സമീപിക്കുമെന്നും PV അൻവർ. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവുങ്കലിനെ സഹായിച്ചെന്ന കേസിൽ IG ലക്ഷ്മണയ്ക്കെതിരായ വകുപ്പ് തല അന്വേഷണം അവസാനിപ്പിച്ചു പോലീസ്. പൗരാവകാശ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ ഡിജോ കാപ്പൻ അന്തരിച്ചു. അന്ത്യം പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ. വിടവാങ്ങിയത് ചാനൽ ചർച്ചകളിൽ പൗരാവകാശങ്ങൾക്കും ജനകീയ പ്രശ്നങ്ങൾക്കും വേണ്ടി നിരന്തരം സംസാരിച്ചിരുന്ന വ്യക്തി. IPL-ൽ ഇന്ന് രാജസ്ഥാൻ ഡൽഹി പോരാട്ടം. മത്സരം രാത്രി 7:30 മുതൽ ജയ്പൂരിൽ. നിർവചനം UDF-ന് അനുകൂലമായതോടെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ പക്ഷങ്ങൾ തമ്മിലുള്ള പോര് മുറുകുന്നു. മുസ്ലിം ലീഗ് സതീശന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചത് ഇരു ഗ്രൂപ്പുകളെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. KC വേണുഗോപാൽ പക്ഷത്തിന്റെ നീക്കങ്ങൾ എന്താകുമെന്ന ആകാംക്ഷയിലാണ് ചെന്നിത്തല പക്ഷവും സതീശൻ പക്ഷവും. ഇതിനിടെ KC വേണുഗോപാലിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ഷൂട്ടിംഗ് നിർത്തിവെച്ചു. ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമാണ് ഷൂട്ടിംഗ് നിർത്തിയതെന്നാണ് സൂചന. പുറത്തുവന്ന 10ഓളം എക്സിറ്റ് പോൾ ഫലങ്ങളും UDF-ന് മുൻതൂക്കം പ്രവചിച്ചു കഴിഞ്ഞു. ഇതോടെ താൽക്കാലികമായി നിർത്തിവെച്ച കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച വീണ്ടും സജീവമായി. എക്സിറ്റ് പോളുകളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശന് ലഭിച്ച പിന്തുണ ജനവികാരമാണെന്ന് കരുതുന്നുവെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പരസ്യ പ്രതികരണം നടത്തിയതോടെയാണ് ചർച്ച മറ്റൊരു തരത്തിലേക്ക് എത്തിയത്. MLA-മാരുടെ പിന്തുണ സതീശന് ഇല്ല എന്ന് വിലയിരുത്തുന്ന ഘട്ടത്തിലാണ് ലീഗ് പിന്തുണ പരസ്യമാക്കിയത്. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവിന്റെ കാര്യത്തിൽ ലീഗ് അഭിപ്രായം പറഞ്ഞതിൽ കോൺഗ്രസിലെ വിവിധ ഗ്രൂപ്പുകൾക്ക് അതൃപ്തിയുണ്ട്. അതിനിടെ KC വേണുഗോപാലിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ഷൂട്ടിംഗ് നിർത്തിവെച്ചിരുന്നു. ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമാണ് ഷൂട്ടിംഗ് നിർത്തിവെച്ചതെന്നാണ് സൂചന. എങ്കിലും ഹൈക്കമാൻഡിന്റെ പിന്തുണ KCക്കാണ് എന്നുള്ള സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിന് KC വേണുഗോപാൽ യോഗ്യനാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം താരിഖ് അൻവർ വ്യക്തമാക്കി. രാഹുലിന്റെ തീരുമാനം നിർണായകമാണെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം KCക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കേണ്ടതാണെന്നും പറഞ്ഞു. ഇതോടെ കളമൊഴിഞ്ഞിട്ടില്ലെന്നും ഇപ്പോഴും കളത്തിൽ തന്നെ ഉണ്ടെന്നുമാണ് KC പക്ഷം പറഞ്ഞു വെക്കുന്നത്. വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിനുള്ളിൽ വമ്പൻ നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് തുറന്നു വരുന്നത്. എന്നാൽ തുടർഭരണത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ LDF ഇനിയും ഉപേക്ഷിച്ചിട്ടില്ല. 75-നും 80-നും ഇടയിൽ സീറ്റുകൾ നേടാനാകുമെന്നാണ് ഇടത് പ്രതീക്ഷ. എന്നാൽ ഏറ്റവും അധികം ആത്മവിശ്വാസത്തിലുള്ളത് NDA ക്യാമ്പാണ്. ശരാശരി 4 സീറ്റുകളിൽ NDAക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് സർവേകൾ പറയുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. LDF-ന് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. എക്സിറ്റ് പോളുകൾ വരാനിരിക്കുന്ന ഫലത്തിന്റെ അടുത്തെത്തിയിട്ടുണ്ട്, അകലെയുമായിട്ടുണ്ട്. 5 വർഷം മുമ്പ് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും ഭരണ തുടർച്ച പറഞ്ഞിരുന്നു. അന്ന് പ്രവചിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടി. അതുകൊണ്ട് തന്നെ ഇത്തവണയും പ്രവചിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ എക്സിറ്റ് പോളുകളെ കുറിച്ച് പൊതുവിൽ നമ്മുടെ മുൻകാല അനുഭവം വെച്ച് നടത്താനുള്ള ഒരു നിരീക്ഷണം, എക്സിറ്റ് പോള് യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്, അടുത്തെത്താത്ത സന്ദർഭങ്ങളുമുണ്ട്. ഇപ്പം കേരളത്തിലുള്ളവർക്ക് പെട്ടെന്ന് ഓർക്കാൻ കഴിയുന്നത് 5 വർഷം മുമ്പ് നടന്ന എക്സിറ്റ് പോളുകളാണ്. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കില്ല, തുടർഭരണം ഉണ്ടാവില്ല എന്നുള്ള തരത്തിലുള്ള എക്സിറ്റ് പോളുകളിൽ ന്യൂനപക്ഷം വന്നിരുന്നു. പക്ഷേ ഭൂരിപക്ഷം LDF-ന് അനുകൂലമായ അന്തരീക്ഷമാണെന്നായിരുന്നു 5 വർഷം മുമ്പ് വന്നത്. ഒരു എക്സിറ്റ് പോളിലും ഇടതുപക്ഷം വിജയം പ്രവചിക്കുന്നില്ല എന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ഇത് തൊഴിൽ ചെയ്യുന്നവന് കൂലി കിട്ടാത്ത കാലമാണ്. ആ ദുരന്തകാലം 2 ദിവസം കൊണ്ട് അവസാനിക്കുമെന്നും തൊഴിലാളി വിരുദ്ധ സർക്കാർ പുറത്തു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ് ഒരു എക്സിറ്റ് പോളിന് പോലും ഇടതുപക്ഷം ജയിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത രീതി
ഈ പറയുന്ന പല സർവേ നടത്തിയ പല ചാനലുകളും ഇന്ത്യയിൽ കോൺഗ്രസ് വിരുദ്ധ നിലപാടെടുത്തവർക്ക് പോലും കേരളത്തിൽ ആ കോൺഗ്രസ് ജയിക്കുമെന്ന് പറയേണ്ട ഒരവസ്ഥയുണ്ടായെങ്കിൽ അതിന്റെ മുഖ്യ കാരണം എന്തിനേയും നേരിടാൻ ചങ്കുറപ്പുള്ള പാർട്ടി പ്രവർത്തകരും തൊഴിലാളി സുഹൃത്തുക്കളും പാർട്ടിക്കും മുന്നണിക്കും വേണ്ടി അണിനിരന്നുകൊണ്ട് മാത്രമാണ് എന്ന് പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കും. കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ അർഹതയുള്ള ഒരുപാട് പേരുള്ളതുകൊണ്ടാണ് ചർച്ച നടക്കുന്നതെന്ന് പി ജെ കുര്യൻ. ചർച്ച ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ്. അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കും. ജാതിയും മതവും നോക്കിയല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അഭിപ്രായങ്ങൾ പറയും. ഞാനും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, മറ്റു പ്രവർത്തകരും നേതാക്കളൊക്കെ പറയും. അത് വെറും അഭിപ്രായങ്ങളാണ്. ആ അഭിപ്രായങ്ങളെല്ലാം പറയുമെങ്കിലും മുഖ്യമന്ത്രി ആരാണ് തീരുമാനിക്കുന്നതിന് കോൺഗ്രസ് ഒരു നടപടിക്രമമുണ്ട്. ഹൈക്കമാൻഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് വന്ന് MLA-മാരും നേതാക്കളുമായി സംസാരിച്ചിട്ട് അതിൽ നിന്ന് ആ അഭിപ്രായങ്ങളൊക്കെ കേട്ടതിന് ശേഷം ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനമെടുക്കുമ്പോൾ എല്ലാവരും, വ്യത്യസ്ത അഭിപ്രായം പറയുന്നവരും എല്ലാവരും അതിനോട് യോജിക്കും. എക്സിറ്റ് പോൾ ഒരു സൂചനയാണെന്നും UDF-ന് മികച്ച വിജയമുണ്ടാകുമെന്നും RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. VD സതീശന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പിന്തുണയെന്ന് എക്സിറ്റ് പോൾ പറയുന്നതിൽ ശിവലിംഗത്തിലിരിക്കുന്ന തേളിന്റെ അവസ്ഥയായതുകൊണ്ട് മറുപടി പറയുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, എക്സിറ്റ് പോൾ ഒരു ഇൻഡിക്കേഷൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ ആ എക്സിറ്റ് പോളിനെ മുഖവിലേക്ക് എടുക്കുന്നില്ല. എന്താണേലും ഇതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട വിജയമാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരു മണ്ഡലത്തിൽ പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എത്രത്തോളം ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന്. ശശി തരൂർ പണ്ട് പറഞ്ഞ ഒരു വാചകം എനിക്ക് ഓർമ്മ വരുന്നത്, ഇത് ശിവലിംഗത്തെ ഇരിക്കുന്ന തേളിന്റെ അവസ്ഥയാണ്. ഇത് കൈകൊണ്ടെടുത്ത് കളയാനൊക്കത്തില്ല, ചെരുപ്പ് കൊണ്ടടിക്കാനൊക്കത്തില്ല. എക്സിറ്റ് പോളിലെ കണക്കുകൾ വിശ്വസിക്കുന്നില്ലെന്ന് KN ബാലഗോപാൽ. സർക്കാരിന് അനുകൂലമായി ജനങ്ങൾ നിൽക്കും. LDF-ന് അനുകൂലമായ ഫലമായിരിക്കും ഇത്തവണയും ഉണ്ടാവുക എന്നും KN ബാലഗോപാൽ പറഞ്ഞു. 5 സ്റ്റേറ്റിലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് മറ്റന്നാളാണ്. ഇപ്പം എക്സിറ്റ് പോളിന്റെ ഒക്കെ വിവരങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഒരു സാവ് പറഞ്ഞ് എനിക്ക് 2 ദിവസമായിട്ട് ഉറക്കം വരുന്നില്ല എന്നാണ്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തു വന്നാലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇടതുപക്ഷ ഗവൺമെന്റ് എന്നുള്ളത് ആർക്കും തർക്കമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ പറ്റി ഇന്ന കാര്യം ചെയ്തില്ല എന്ന് ആരും പരാതി പറയുന്നില്ല. പിന്നെ എല്ലാ ദിവസവും ബിരിയാണി ആയാലും ഒന്ന് കഞ്ഞി ആയിക്കോട്ടെ എന്നാണ് മനോരമ പറയുന്നത്. എല്ലാ ദിവസവും ബിരിയാണി അല്ലെങ്കിൽ സദ്യ കഴിക്കേണ്ട, അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കും, ഒരു ദിവസം ഒരു കഞ്ഞി കുടിച്ചേക്കാം. ഒരു മാറ്റം വേണമെന്നൊക്കെയുള്ള പ്രചരണം അല്ലാതെ എന്തെങ്കിലും കാര്യം പറഞ്ഞായിട്ട് നമുക്കാർക്കും അറിഞ്ഞൂടാ. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരട്ടെ. എന്ത് വന്നാലും തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്ത് വന്നാലും വന്നില്ലേലും ജനങ്ങളുടെയാണ് നമ്മുടെ എക്സിറ്റ് പോൾ. ജനങ്ങൾ എന്താണോ പറയുന്നത് അതാണ് നമ്മൾ എടുത്തേക്കുന്ന എക്സിറ്റ് പോൾ. അത് വരട്ടെ. ബംഗാളിൽ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകൾക്ക് മുമ്പിൽ നാടകീയ രംഗങ്ങൾ. സ്ട്രോങ് റൂം അനധികൃതമായി തുറന്നുവെന്നാരോപിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജിയും തൃണമൂൽ പ്രവർത്തകരും ഭവാനിപൂരിൽ കഴിഞ്ഞ രാത്രി കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. പോസ്റ്റൽ ബാലറ്റുകൾ തരംതിരിക്കുന്ന ജോലിയാണ് നടന്നതെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സ്ട്രോങ് റൂം അനധികൃതമായി തുറന്നു എന്നാരോപിച്ചാണ് ഭവാനിപൂരിലെ സഖാവത്ത് സ്കൂളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും എത്തിയത്. സ്ട്രോങ് റൂമിലേക്ക് ആരെയും പ്രവേശിപ്പിച്ചിട്ടില്ലെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് അഗർവാൾ അറിയിച്ചുവെങ്കിലും മുഖ്യമന്ത്രിയും പ്രവർത്തകരും കുത്തിയിരുന്ന പ്രതിഷേധം തുടങ്ങി. തൃണമൂൽ നേതാക്കൾ സ്ട്രോങ് റൂം കേന്ദ്രത്തിൽ ധർണയിരുന്നുവെന്നതറിഞ്ഞ് BJP പ്രവർത്തകരും എത്തിയത് സംഘർഷത്തിന് കാരണമായി. സുരക്ഷാസേന നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് പ്രതിഷേധക്കാരെ നീക്കി. BJPയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി ജനവിധി അട്ടിമറിക്കുന്നു ആരോപണമാണ് മമതാ ബാനർജി ഉന്നയിച്ചത്. लेकिन इनसाइड द बिल्डिंग 3rd फ्लोर 4th फ्लोर कैसे देखेगा इधर से? कोई कुछ नहीं था. तो इसके लिए तो CCTV का बंदोबस्त किया, जैसे वो देख सकते हैं नीचे में बैठ के, और उसका माथा को ऊपर में एक कोई ക്രമക്കേട് നടക്കുന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കൃത്യമായ സുരക്ഷയും നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കമ്മീഷൻ അറിയിച്ചു. പരാജയഭീതിയിലാണ് മമതാ ബാനർജി അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് BJP ആരോപിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
PV അൻവറുമായുള്ള ഫോൺ വിളിയിൽ SP സുജിത് ദാസിന് ക്ലീൻ ചിറ്റ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറ്റപ്പെടുത്തുന്നതായിരുന്നു ഫോൺ സംഭാഷണം. ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണ സമിതിയാണ് ക്ലീൻ ചിറ്റ് നൽകിയത്. തെളിവില്ലാത്തതിനാൽ സുജിത് ദാസിനെ കുറ്റവിമുക്തനാക്കിയാണ് ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണ സമിതി റിപ്പോർട്ട്. തന്റെ ശബ്ദമല്ലെന്നും വ്യാജ നിർമ്മിതിയാണെന്നുമാണ് സുജിത് ദാസ് വ്യക്തമാക്കിയത്. 2024-ൽ PV അൻവറാണ് SP സുജിത് ദാസിനെതിരായി ആരോപണവുമായി രംഗത്തെത്തിയത്. എന്നാൽ SP സുജിത് ദാസിന് ക്ലീൻ ചിറ്റ് നൽകിയത് തന്നെ കേൾക്കാതെയാണ് എന്ന് PV അൻവർ. പരാതിക്കാരനെന്ന നിലയിൽ തന്റെ മൊഴി രേഖപ്പെടുത്തിയില്ല. ഫോൺ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത്. ഫോൺ നൽകിയാൽ തെളിവ് നശിപ്പിക്കും എന്നുള്ളതുകൊണ്ടാണ് നൽകാതിരുന്നത്. തുടർ നടപടികൾക്കായി കോടതിയെ സമീപിക്കുമെന്നും അൻവർ പറഞ്ഞു. അത് സ്വാഭാവികമാണല്ലോ, ക്ലീൻ ചിറ്റ് കൊടുക്കുമല്ലോ. അതിലും വലിയ വിഷയങ്ങൾ ഈ രാജ്യം മുഴുവൻ കൊള്ളയടിക്കപ്പെട്ട അജിത് കുമാറും സംഘത്തിനെ കുറിച്ചും നൽകിയ വളരെ വിപുലമായ പരാതി. ആ പരാതിയിലും ഇതേ നിലപാടാണല്ലോ പിണറായി സ്വീകരിച്ചത്. ആ കള്ളന്മാർക്ക് മുഴുവൻ ക്ലീൻ ഷീറ്റ് കൊടുത്തു. നമ്മളിപ്പോൾ അത് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ പെൻഡിങ്ങിലാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലും ഇവർ നൽകിയ ക്ലീൻ ഷീറ്റിനെ ചോദ്യം ചെയ്ത കേസ് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഈ അവസാന നിമിഷത്തിൽ ഇനി 2 ദിവസം കൂടിയാണ് ഗവൺമെൻറ് ഉള്ളത്. ഈ കൊള്ള സംഘത്തെ മുഴുവൻ സംരക്ഷിക്കുക എന്നത് പിണറായിയുടെ ഉത്തരവാദിത്തമാണ്. കാരണം ഈ കൊള്ളകൾക്ക് മുഴുവൻ, ഈ കളവുകൾക്ക് മുഴുവൻ നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസും P ശശിയുമാണ് എന്ന് ആവർത്തിച്ച് ഞാൻ പറഞ്ഞതാണ്. ഈ പരാതിയിൽ കൊടുത്താണ്. അങ്കമാലി കിടങ്ങൂരിൽ ആനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലായിരുന്നു സംഭവം. ലോറി ഡ്രൈവർ വിഷ്ണുവാണ് മരിച്ചത്. മയക്കുവെടി വെച്ച് ആനയെ തളച്ചു. KK പ്രശാന്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. പ്രശാന്ത്, വലിയ പ്രശ്നങ്ങൾ ആന അവിടെ ഉണ്ടാക്കി എന്നുള്ളതാണ്. നേരത്തെ ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാറും അതുപോലെ ഇരുചക്രവാഹനവും ഒക്കെ നശിപ്പിക്കുന്നു. ഇപ്പോൾ മയക്കുവെടി വെച്ച് ആനയെ തളച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ. അഖില, മയ്യനാട് പാർത്ഥസാരഥി എന്ന ആനയാണ് രാവിലെ ഇടഞ്ഞത്. 10 മണിയോടുകൂടിയാണ് ആന ഇടയുന്നത്. ആന മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്ന സമയത്ത് അവിടെ കുളിപ്പിക്കാനായി എത്തിച്ചതാണ്. തുടർന്ന് അതിന് മുൻപ് തൊഴാനായി കൊണ്ടുവന്നാണ്. അതിന് മുൻപ് കുളിപ്പിക്കുന്നതിന് തുടക്കത്തിലാണ് ആന ഇടയുന്നത്. തുടർന്ന് പാപ്പാന് നേരെ ആന ഓടിയെടുക്കുകയായിരുന്നു. ഈ സമയത്ത് ആ പരിസരത്തുണ്ടായിരുന്ന ഈ ആനയുടെ ലോറി ഡ്രൈവർ ഉണ്ടായിരുന്നു വിഷ്ണുവിനെ ആക്രമിക്കുകയായിരുന്നു. വിഷ്ണുവിന് വലിയ തരത്തിൽ പരിക്കേൽക്കുന്നു. വിഷ്ണു അവിടെ വെച്ച് തന്നെ തത്സമയം മരിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കിയത്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം ഒന്നാം പാപ്പാന് തുടർ വലിയ തരത്തിൽ പരിക്കേൽക്കുന്നു. സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ പാപ്പാൻ ചികിത്സയിലുള്ളത്. 2 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിന് ഒടുവിലാണ് ആനയെ മയക്കുവെടി വെക്കുന്നു. പിന്നീട് അപ്പോഴും ആന ഇത്തരത്തിൽ തളർച്ചയിലേക്കോ മറ്റു തരത്തിലേക്കോ പോയില്ല. വീണ്ടും അക്രമം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് വളരെ ശ്രമകരമായാണ് വട ഉപയോഗിച്ച് കാലുകൾ ബന്ധിച്ച് ആനയെ തളക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിനിടയിൽ തന്നെ വലിയ തരത്തിൽ വാഹനങ്ങൾക്ക് ലോറി മറിച്ചിടുന്നു, കാറ് കുത്തി മറിച്ചിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങൾ ചവിട്ടി പൊട്ടിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളും ഇതിനിടയിൽ തന്നെ ആന വരുത്തുകയും ചെയ്തിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ആശ്വാസകരമായ കാര്യം, ഈ ക്ഷേത്രം വലിയ തരത്തിലൊരു മതിൽക്കെട്ടിനകത്താണുള്ളത്. ആ മതിൽക്കെട്ടിന് പുറത്തേക്ക് ആന പുറത്തേക്ക് വന്നില്ല എന്നുള്ളത് കൊണ്ടാണ് വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരുന്നത്. മാത്രമല്ല, സാധാരണഗതിയിൽ മയക്കുവെടി വെച്ചു കഴിഞ്ഞാൽ ആന കുറെ കൂടി അക്രമാസക്തമാകും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ പോലും ഈ പറയുന്നത് പോലെ മതിൽക്കെട്ടിനകത്തായത് കൊണ്ട് തന്നെ ആന ശാന്തമായി പിന്നീട് മാറുകയാണ് ഉണ്ടായത്. ഇടയ്ക്ക് ഒന്ന് ശാന്തനാവുകയും പിന്നീട് അക്രമ സ്വഭാവം കാണിക്കുകയും ചെയ്തൊരു സാഹചര്യം കുറെ മണിക്കൂറുകൾ അങ്ങനെ തന്നെയായിരുന്നു. വലിയ ആശങ്കയിൽ തന്നെയാണ് പരിസരവാസികളും പ്രദേശവാസികളും എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അങ്കമാലി പോലീസും ഒപ്പം തന്നെ RRT സംഘവും കൃത്യമായി ഇടപെടൽ നടത്തി തന്നെയാണ് ഇത്തരം നീക്കം. KK പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. കൊല്ലം മൺട്രോത്തുരുത്ത് സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രിയാണ് അരിനല്ലൂരിലെ മകളുടെ വീടിന് മുന്നിൽ വെച്ച് അണലിയുടെ കടിയേറ്റത്. കാഴ്ച വൈകല്യമുള്ള രാജേന്ദ്രൻ ആദ്യം കൊല്ലത്തെ ആശുപത്രികളിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വില കൂട്ടി. 19 കിലോ സിലിണ്ടറിന് 993 രൂപയാണ് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇത് 3-ാം തവണയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില ഉയർത്തുന്നത്. ഇതോടെ ഡൽഹിയിൽ 19 കിലോ വാണിജ്യ സിലിണ്ടറിന്റെ വില 3071 രൂപയും മുംബൈയിൽ 3024 രൂപയും കൊച്ചിയിൽ 3085 രൂപയുമാണ്. അതേസമയം ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. പാചകവാതക വില വർധനവിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പാചകവാതകത്തിന്റെ ലോകം മുഴുവനുള്ള വില എന്തെന്ന് ആദ്യം അന്വേഷിക്കണമെന്നും ഇത്രയും പിടിച്ചു നിന്നില്ലേ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. വാണിജ്യ സിലിണ്ടർ വെറുതെ ഒരു നമ്പർ അല്ലായിരുന്നോ? ഇപ്പൊ ഇങ്ങനെ സാഹചര്യത്തിൽ പെട്രോളിയം വില വർധന ഉണ്ടാവും.
പൗരാവകാശ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ ഡിജോ കാപ്പൻ അന്തരിച്ചു. 68 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വെച്ചുണ്ടായ ഒരു കാർ അപകടത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഫ്ളാറ്റിലെ പാർക്കിങ്ങിൽ വെച്ച് കാറിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടാണ് അപകടത്തിന് ഇടയായത്. മാസങ്ങളായി ചികിത്സയിലായിരുന്നു. KSEBയിലെ ശമ്പള പരിഷ്കരണം, റോഡ് സുരക്ഷ, അഴിമതിക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങി പൊതുവിഷയങ്ങളിൽ സജീവമായിരുന്ന ഡിജോ കാപ്പൻ ചാനൽ ചർച്ചകളിൽ പൗരാവകാശങ്ങൾക്കും ജനകീയ പ്രശ്നങ്ങൾക്കും വേണ്ടി നിരന്തരം സംസാരിച്ചിരുന്നു. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവുങ്കലിനെ സഹായിച്ചെന്ന കേസിൽ IG ലക്ഷ്മണയ്ക്കെതിരായ വകുപ്പുതല അന്വേഷണം അവസാനിപ്പിച്ചു പോലീസ്. DGP നിധിൻ അഗർവാൾ റിപ്പോർട്ട് സർക്കാരിന് നൽകി. ജാഗ്രതക്കുറവ് ആവർത്തിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സർക്കാർ റിപ്പോർട്ട് അംഗീകരിച്ചാൽ ADGP-ആയി ലക്ഷ്മണയ്ക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. കേസിൽ പ്രതിയായതോടെ നേരത്തെ സ്ഥാനക്കയറ്റം തടഞ്ഞിരുന്നു. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടെന്ന് കുടുംബം. ആശങ്കകൾ പരിഹരിച്ചില്ലെന്ന് മാത്രമല്ല, കുറ്റവാളികളെ രക്ഷപ്പെടുത്താനാണ് പോലീസ് ശ്രമിച്ചതെന്നും നിതിൻ രാജിന്റെ പിതാവ് ആരോപിച്ചു. ലോണാപ്പല്ല മരണകാരണമെന്ന് ആവർത്തിച്ച കുടുംബം മകന് നീതി ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടു. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പോലീസിനെതിരെ വിമർശനങ്ങൾ ഉയരുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചുകൊണ്ട് പോലീസ് ഇപ്പോൾ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കുടുംബത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടുത്ത ആശങ്കകളാണ് ഉള്ളത്. നിതിൻ രാജിന്റെ പിതാവ് നമ്മളോടൊപ്പം ചേരുന്നത്. എന്താണ് പ്രധാനമായി ഇന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം? പ്രധാനപ്പെട്ടതായിട്ട് ആവശ്യപ്പെടണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹൈക്കോടതിയിൽ അദ്ദേഹം ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ പരാതികൾ കൊടുത്ത് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളുവാനും അതുപോലെ ഇതിൽ ബന്ധപ്പെട്ട ആരൊക്കെയാണോ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവരെല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് തക്കതായ ശിക്ഷകൾ വാങ്ങിക്കൊടുക്കുവാനും, പിന്നെ വിഷ്വൽസ് എല്ലാം ഞങ്ങളെ കാണിച്ചിട്ടില്ല, അതെല്ലാം എല്ലാ രേഖകളും ഞങ്ങളെ കാണിക്കുവാനും, ഞങ്ങളുടെ മകന്റെ അവസാനത്തെ ആ രംഗങ്ങളും ആ ദൃശ്യങ്ങളും എല്ലാം ഞങ്ങളെ കാണിക്കണം. അത് ആദ്യമേ പറഞ്ഞിരുന്നു, പക്ഷെ ഒന്നും കാണിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് അവൻ ഇത് ചെയ്തത്, എന്താണ് അവിടെ നടന്നത്, അതെല്ലാം ഞങ്ങൾക്ക് വ്യക്തമായി അറിയണം. അറിഞ്ഞാലേ ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഉന്നയിക്കുന്ന ആരോപണം ഈ കേസിൽ വലിയ രീതിയിലുള്ള അട്ടിമറികൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഇപ്പോഴും ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണോ? എന്താണ് നിങ്ങൾ പ്രധാനമായും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം? ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നത് കാരണം ബമ്പൻ അട്ടിമറിയാണ് ഇതിന്റെ ഇടയിൽ നടന്നിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ റാമിനെയും സംഗീതയൊക്കെ തുടക്കം മുതലേ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ചുറ്റിക്കളികളൊക്കെയാണ് അന്ന് നടന്നിരുന്നത്. പക്ഷേ പിന്നെ പടിപടിയായി അവർ ബാക്കിലോട്ട് വലിയുകയും മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ റാമിനായി വലവിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെയും അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതാണ് വീഴ്ചയായിട്ട് കാണുന്നത്. കാരണം നിയമത്തിന്റെ മുന്നിൽ ആര് തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തില്ലെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ആദ്യം കൊണ്ടുവരട്ടെ, പിന്നെയല്ലേ കോടതിയും നിയമങ്ങളും തീരുമാനിക്കുള്ളൂ. ഞങ്ങൾ ഒരു മരണം നടന്ന വീടിൽ നിന്ന് കിലോമീറ്ററുകളോളം താണ്ടിയാണ് ഇവിടെ വരുന്നത് മോന്റെ കാര്യങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടി. അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമായി അംഗീകരിച്ച് അതിനു വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും പോലീസുകാരും ക്രൈംബ്രാഞ്ച് ആയിരുന്നാലും ആരായിരുന്നാലും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. കാരണം അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മോന്റെ നീതിക്കായി ഓടി നടക്കുമ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന പരാതികളോ ഞങ്ങൾ പറയുന്ന വാക്കുകളോ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാതെ ഞങ്ങളോടൊപ്പം നിന്ന് മകന്റെ നീതിക്കായി തന്നെ എല്ലാവരും ഉണരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കുടുംബത്തിന്റെ വലിയ പ്രതീക്ഷയായിരുന്ന നിതിൻ രാജിന്റെ മരണത്തിൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്ന ഒരു ന്യായമായ ഒരു ആവശ്യമാണ് ഈ കുടുംബം ഉന്നയിക്കുന്നത്. പക്ഷേ അതിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന്. അത് വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഈ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത്. സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണമെന്നൊരു ആവശ്യം കൂടിയാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നു. ഇന്ന് 4 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 24 മണിക്കൂറിൽ 115 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മഴയ്ക്കൊപ്പം ഇടിയും ഉണ്ടാകുന്നതിനാൽ അതീവ ജാഗ്രത വേണമെന്നാണ് മുന്നറിയിപ്പ്. മഴ ശക്തമായതോടെ അതികഠിനമായ ചൂടിനും ശമനമുണ്ട്. വൈദ്യുതിയുടെ ഉപഭോഗത്തിലും കുറവ് വന്നിട്ടുണ്ട്. പാലക്കാട്ടെ പൊള്ളുന്ന ചൂടിൽ പക്ഷികൾക്ക് കരുതലാവുകയാണ് കുറച്ച് മനുഷ്യർ. നഗരത്തിൽ പക്ഷികൾക്ക് കുടിക്കാൻ വെള്ളം നിറച്ച 100 മൺചട്ടികളുടെ ഉറികൾ ഒരുക്കിയിട്ടുണ്ട്. 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് കുടിവെള്ള ഉറികൾ തയ്യാറാക്കിയത്. ചുട്ടുപൊള്ളുന്ന വേനലിൽ ഉരുകുകയാണ് ജനങ്ങൾ. മനുഷ്യർക്ക് മാത്രമല്ല വേനൽ വെല്ലുവിളിയാകുന്നത്. മറ്റ് പക്ഷിമൃഗാദികളും വേനൽ ചൂടിൽ പൊള്ളുകയാണ്.
ഈ വേനൽക്കാലത്ത് 100 കണക്കിന് കിളികൾക്ക് കുടിവെള്ളം നൽകുകയാണ് 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബിലെ അംഗങ്ങൾ. പാലക്കാട് നഗരസഭയുടെ പിന്തുണയോടുകൂടിയാണ് മരങ്ങളിൽ കുടിവെള്ളം ഒരുക്കിയിരിക്കുന്നത്. ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് മുതൽ മാട്ടുമന്ത് ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള മരങ്ങളിൽ വിവിധ ഇനങ്ങളിലുള്ള 100 കണക്കിന് കിളികളാണ് എത്താറുള്ളത്. മരങ്ങളിൽ തൂക്കിയിടുന്ന 100 മൺചട്ടികളിലും 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബിന്റെ പ്രവർത്തകർ മഴക്കാലം എത്തുന്നതുവരെ എല്ലാ ദിവസവും കിളികൾക്ക് കുടിക്കാൻ വെള്ളം നിറയ്ക്കും. ഈ ഇന്നത്തെ കൊടും ചൂടിൽ ദാഹജലം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അംഗങ്ങൾക്ക് തോന്നി. അപ്പോൾ ഇമ്മീഡിയറ്റ് തന്നെ ഈ പക്ഷികൾക്കെല്ലാം നമ്മൾക്കുള്ള മാതിരി തന്നെയുള്ള ദാഹജലങ്ങൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ആ കോൺസെപ്റ്റ് ബിൽഡ് ചെയ്തതോടുകൂടി നമ്മൾ ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. ക്ലബിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന എല്ലാവരും കൂടിയിട്ട് 100 ഉറികൾ സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ കൈവരിക്കുന്നത്. അതായത് മാട്ടുമന്ത മുതൽ വിക്ടോറിയ ജംഗ്ഷൻ വരെ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഇത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് മുതൽ മാട്ടുമന്ത വരെയുള്ള നടത്തക്കാരുടെ സംഘടനയാണ് 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബ്. കടുത്ത വേനലിൽ മനുഷ്യരെ പോലെ വലിയ ബുദ്ധിമുട്ടിലാണ് മറ്റു ജീവജന്തുജാലങ്ങളും. എന്നാൽ ഈ വേനലിനെ അതിജീവിക്കാൻ അവയ്ക്ക് കരുത്തു പകരുകയാണ് കുറച്ചു മനുഷ്യർ. ക്യാമറാമാൻ സുനിലിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, പാലക്കാട്. ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്തിലെ അഞ്ചുരുളിയിൽ 24 കുടുംബങ്ങളുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ KSEBക്ക് വനംവകുപ്പ് നോട്ടീസ് നൽകി. റിസർവ് ഫോറസ്റ്റ് എന്ന രേഖകളിൽ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ മറവിൽ സ്ഥലം കൈവശപ്പെടുത്താൻ വനംവകുപ്പ് ശ്രമിക്കുന്നതായാണ് ആരോപണം. കാഞ്ചിയാർ അഞ്ചുരുളി താമരപ്പാറയിലാണ് 24 കുടുംബങ്ങളുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ KSEBക്ക് വനംവകുപ്പ് നോട്ടീസ് നൽകിയത്. ലൈഫ് ഭവന പദ്ധതി പ്രകാരവും PMAY പദ്ധതിയിലും ഉൾപ്പെടെ പണിത വീടുകളുള്ള സ്ഥലമാണിത്. കൈവശ ഭൂമിയിൽ വീട് നിർമ്മിക്കാൻ മുൻപ് വനംവകുപ്പ് NOC നൽകിയിരുന്നെങ്കിലും ഏതാനും നാളുകളായി ഇത് അനുവദിക്കുന്നില്ല. ഇപ്പോൾ കുഴൽക്കിണർ നിർമ്മാണവും ശുചിമുറി നിർമ്മാണവുമെല്ലാം തടസ്സപ്പെടുത്തുകയാണ്. ഇവിടെ ഭൂരിഭാഗവും ഏലം കൃഷിയാണ് ചെയ്യുന്നത്. അതിനാൽ മരങ്ങൾ മുറിച്ചു നീക്കാതെയാണ് കൃഷി. മരങ്ങൾ നിൽക്കുന്നതിന്റെ പേരിൽ കൈവശ ഭൂമി വനമാക്കി ചിത്രീകരിക്കാനാണ് വനംവകുപ്പിന്റെ നീക്കമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഞങ്ങൾക്ക് 15 വർഷം മുമ്പ് കറണ്ട് കിട്ടിയതാണ്. 15 വർഷം മുമ്പാണ് ഞങ്ങൾക്ക് കറണ്ട് കിട്ടിയത്. ലൈഫ് മിഷന്റെ പല വീടുകളും കൂടിയുണ്ട്. അത് ഫോറസ്റ്റിന്റെ NOC കിട്ടിയിട്ടുള്ളതാണ്. ഫോറസ്റ്റിന്റെ അകത്തൂടെ ഒരു ലൈനും ഇതിലൂടെ പോകുന്നില്ല. പഞ്ചായത്തിന്റെ റോഡ് വഴിയാണ് ഞങ്ങൾക്കെല്ലാം കറണ്ട് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതിനെതിരെ ഞങ്ങൾ ശക്തമായ രീതിയിൽ പ്രതികരിക്കും. അവരിവിടെ വന്ന് ഫോട്ടോ എടുത്തായിരുന്നു ഫോറസ്റ്റുകാര്. അന്നേരം ഞാൻ അവരോട് ചോദിച്ചു എന്തിനാണ് ഇത് എടുക്കുന്നതെന്ന്. അന്നേരം എന്നോട് പറഞ്ഞു പട്ടയം കിട്ടാൻ, നിങ്ങൾക്ക് പട്ടയത്തിന് അപേക്ഷ നിങ്ങൾ വെച്ചില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഈ ലിസ്റ്റ് എടുക്കുന്നതെന്നാണ് എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ കറണ്ടിന്റെ കട്ട് ചെയ്യാനായിട്ട് പോയതാണെന്നുള്ളത് വിവരം. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിൽ ഉൾപ്പെടുന്ന ഈ മേഖലയിൽ 150 കുടുംബങ്ങളാണ് കഴിയുന്നത്. വൈദ്യുതിയില്ലാതെ ഏലം കൃഷി ഉൾപ്പെടെ നടത്താനാവില്ല. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് വനംവകുപ്പിന്റെ നീക്കം. വനംവകുപ്പിന്റെ നടപടിക്കെതിരെ CPM-ഉം കോൺഗ്രസും സമരവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. IPL ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. 6 ജയവുമായി പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്താണ് രാജസ്ഥാൻ. അതേസമയം 7ാം സ്ഥാനത്തുള്ള ഡൽഹിക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. രാത്രി 7:30 മുതൽ ജയ്പൂരിലാണ് മത്സരം. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.